പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ചുരിദാറിനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് അളവനുസരിച്ച് സ്റ്റിച്ചിങ്ങിനായി കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലാണ്. നെക്ക് മാത്രം കട്ട് ചെയ്തിട്ടില്ല. അളവെടുത്ത് ഏത് ഡിസൈനാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തത് തുണിയുടെ ഉൾവശത്താണ്. മാർക്കിംഗ് കുറച്ച് കട്ടിയിൽ വരച്ചു കൊടുക്കാം, എങ്കിലേ ക്ലിയറായിട്ട് കാണുകയുള്ളൂ. നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാനായി കുറച്ചുകൂടി മാർക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ടേപ്പിൽ അരയിഞ്ച് വെച്ച് മുകൾ ഭാഗത്ത്, അതായത് നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത് മാർക്ക് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴത്തെ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു സ്കെയിലെടുത്ത് സ്ട്രെയിറ്റ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മാർക്ക് ചെയ്യുന്നത് തുണിയുടെ മോശം വശത്താണ് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെഷീൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് സാധാരണ ത്രെഡ് കോർത്തെടുത്തിട്ടാണ്. ബോബിനിൽ ഈ ഒരു ത്രെഡില്ലേ, അത് കൈകൊണ്ട് ചുറ്റിയെടുക്കുക. ഈ നൂല് കെട്ടു വീഴാതെ പതുക്കെ ചുറ്റിയെടുക്കണം. അതിനുശേഷം ബോബിൻ കേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതിലെ സ്ക്രൂ പതുക്കെ ലൂസാക്കി കൊടുക്കുക. കുറച്ച് മതി, അതായത് ഈ ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ കയറണം. പിന്നെ ത്രെഡ് വലിക്കുമ്പോൾ ഇതുപോലെ സ്മൂത്തായിട്ട് വരണം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോബിൻ മെഷീനിലിട്ട് ത്രെഡ് പുറത്തേക്കാക്കി കൊടുക്കുക. ഇനി ഒരു പഴയ തുണിയെടുത്ത് സ്റ്റിച്ചിങ് ഓക്കെ ആണോ എന്ന് നോക്കണേ. എന്നിട്ട് മാത്രമേ നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇനി നല്ല തുണിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത ഭാഗം മുകളിലേക്കാക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ. നല്ല വശം അടിവശത്താണ് വേണ്ടത്. ഈ ത്രെഡ് വർക്ക് വരുന്നത് അടിവശത്താണ്. സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ പ്രഷർ ഫോട്ട് പതുക്കെ പൊക്കി പതുക്കെ ഈ തുണിയിൽ വലിച്ചു വേണം നൂല് കട്ട് ചെയ്യാൻ. ഇനി ഈ ലൈനുകളിലൂടെ മുഴുവനായും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഉള്ളിൽ മാർക്ക് ചെയ്ത ഈ ഭാഗമില്ലേ, ഇത് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഒരു പകുതിക്ക് നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് പോകേണ്ട ഭാഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ചതിന് ശേഷം നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മെഷീനിലിട്ട ത്രെഡൊക്കെ മാറ്റാൻ മറക്കല്ല് കേട്ടോ. ഇനി സാധാരണയുള്ള ത്രെഡ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അതുമാത്രമല്ല, നമ്മൾ ബോബിൻ കേസിൻ്റെ ആ സ്ക്രൂ ലൂസാക്കിയില്ലേ, അതൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ആക്കുകയും കൂടി വേണം, എങ്കിലേ സ്റ്റിച്ച് കറക്റ്റ് ആവുകയുള്ളൂ. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾവശത്ത് നിന്ന് ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം അതിൻ്റെ കോർണറിലൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ലൈനിങ് ഉള്ളിലേക്കാക്കി തുണി മറിച്ചിട്ട് കൊടുക്കുക. വർക്ക് കഴിഞ്ഞില്ല. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലൊരു ലേസ് ഉണ്ട്. ഇതിൽ നിന്ന് ഓരോ മുത്തായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. മുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് ഇപ്പോൾ ഉള്ള അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ താഴെയുള്ള ഭാഗത്തെ ത്രെഡ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് സാധാരണയുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയുള്ള മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.